എനിക്കെതിരെ ചലഞ്ച് തന്ന മറ്റൊരു സബ്സ്ക്രൈബറുമായിട്ടുള്ള അടുത്ത കളിയാണ് നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത്. എല്ലാവർക്കും ചെസ് മല്ലുവിലേക്ക് പുതിയൊരു സ്വാഗതം. ഓക്കെ, ആദ്യം തന്നെ വൈറ്റ് സൈഡ് നമുക്കാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ D4 കളിച്ചു, വൈറ്റ് സൈഡിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. E5 മറുപടിയായിട്ട് തന്നിട്ടുണ്ട്, കിങ്സ് പോൺ ഓപ്പണിംഗ് എന്ന് പറയും. ദെൻ D3 നമ്മൾ E4-നൊരു പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് D3 കളിച്ചു. മറുപടിയുമായി നൈറ്റ് C6 കുതിര വന്നിട്ടുണ്ട്. നൈറ്റ് C6 E5-ന് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് കുതിര അവർ ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബർ ഒരു മിടുക്കനാണ് തോന്നുന്നു, കാരണം നല്ലൊരു ചലഞ്ചാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഈ കളി പുള്ളി ജയിക്കുമെന്നാണ് പുള്ളിയുടെ പറച്ചിൽ. ജയിക്കുമ്പോൾ ഇല്ലെന്നൊക്കെ നമുക്ക് നോക്കാം, ആര് ജയിക്കും, എങ്ങനെ ജയിക്കും എന്നത്. നൈറ്റ് F3 അടുത്ത E5-ന് എതിരെ എൻ്റെ അടുത്ത അറ്റാക്ക് നൈറ്റ് F3. E5-നെ രക്ഷിക്കാൻ വേണ്ടി അടുത്ത മൂവ്മെന്റ് ബ്ലാക്ക് നടത്തിയിട്ടുണ്ട് D6. E5-നെ രക്ഷിക്കാൻ D6-മായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെന്തായാലും കാസ്ലിംഗ് ചെയ്യാൻ വേണ്ടി ബിഷപ്പിനെ സെൻറ്ററിൽ നിന്ന് മാറ്റുന്നു. ഈ F F F F F F F1-ൽ നിന്ന് നേരെ തിരിച്ച് E2-ലേക്ക് മാറ്റുന്നു. ബിഷപ്പ് E2. എന്തായാലും നൈറ്റിനെതിരെ അറ്റാക്കുമായിട്ട് ബിഷപ്പ് G4 വന്നിട്ടുണ്ട്. ബിഷപ്പ് G4 നമ്മൾ അത് ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല, നേരെ കാസ്ലിംഗിലേക്ക് പോകുന്നു. ബിഷപ്പ് E7 അടുത്ത ബിഷപ്പിനെയും ബ്ലാക്ക് ഇറക്കി കളിക്കുകയാണ്. വേണമെങ്കിൽ ബിഷപ്പിനെ വെച്ച് നൈറ്റിനെ വെട്ടി ഒരു മൂവ്മെന്റ് അവിടെ നടത്താമായിരുന്നു. പുള്ളിക്കാരൻ വേറെന്തോ വലിയ ഒരു പ്ലാനുമായിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു. ബിഷപ്പ് E7 നമ്മൾ ബിഷപ്പിനെ ഇറക്കി. ബിഷപ്പ് G5 ബിഷപ്പിനെ വിട്ടുകൊടുക്കുകയാണ്. നൈറ്റും പോകും, ഏകദേശം നൈറ്റ് പോകും, ബിഷപ്പും പോകും. ആ രണ്ട് മൂവ്മെന്റ് നമ്മൾ നടത്താൻ പോവുകയാണ്. ബിഷപ്പ് G5 നീക്കുന്നു, മിക്കവാറും വെട്ടിയെടുക്കുക തന്നെ ചെയ്യും. എടുക്കുന്നില്ല, F6 കളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. എന്തായാലും ബിഷപ്പിനെ കളയാൻ പുള്ളിക്കാരൻ തുടങ്ങുന്നില്ല, F6 കളിച്ച്. നമ്മളും അതുപോലെ തന്നെ ബിഷപ്പിനെ വേറൊരാളെ കൊണ്ട് വെട്ടിച്ച് ആൾക്ക് വേണ്ടി കൊടുക്കുന്നില്ല, നമ്മൾ ബിഷപ്പിനെ അവിടുന്ന് മാറ്റുന്നു. ബിഷപ്പ് H4 ബിഷപ്പിനെ വിട്ടു തരത്തില്ല, ബിഷപ്പിനെ എടുത്തോണ്ടേ പോകൂ, ബിഷപ്പിനെ കൊണ്ടുപോകുമെന്ന് അതിശക്തമായ നിലപാടോടെ G5 നീക്കിക്കൊണ്ട് വീണ്ടും ബിഷപ്പിനെതിരെ അറ്റാക്ക്. ഇപ്രാവശ്യം G5 നീക്കിയത് കൊണ്ട് തന്നെ നമ്മൾ വീണ്ടും കടന്ന് ഓടാൻ താല്പര്യപ്പെടുന്നില്ല, വെട്ടി മാറുന്നു, പോരാടി നോക്കാൻ നോക്കുന്നു. ദെൻ നൈറ്റിനെയും കൊടുക്കുന്നു. നൈറ്റ് ക്യാപ്ചർ G5. ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുക്കുന്നത് 100% ഉറപ്പാണ്. ആ സമയം കൊണ്ട് നമുക്ക് ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ എടുക്കാം. ബിഷപ്പ് വെച്ച് വൈറ്റ് നൈറ്റിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റ് ബിഷപ്പ് വെച്ച് ബ്ലാക്ക് ബിഷപ്പിനെ എടുക്കാം. ഏകദേശം കളി പുള്ളിയുടെ കയ്യിലാണ് നിൽക്കുന്നത്. അടുത്ത നൈറ്റുമായി നൈറ്റ് F6 കളിച്ചുകൊണ്ട് വരികയാണ്. ബിഷപ്പിനെതിരെയും ആളിനെതിരെയും അറ്റാക്ക്. ബിഷപ്പിനെതിരെ നല്ലൊരു അറ്റാക്കാണ് ഇവിടെ. അങ്ങോട്ട് മാറ്റി ഒരു ചെക്ക് വിളിക്കാൻ പോലും പറ്റത്തില്ല, അവിടെയും വെട്ടും, അവിടെ വെച്ചാലും വെട്ടും. ഏകദേശം ബിഷപ്പ് ട്രാപ്പിലാവാൻ തുടങ്ങുകയാണ്. എന്തായാലും നമ്മൾ ബിഷപ്പിനെ വിട്ടുകൊടുക്കുന്നു നൈറ്റിനെ എടുക്കാൻ വേണ്ടി. നൈറ്റ് അപകടകാരിയാണ്, അപ്പോൾ 2 ബിഷപ്പ് നമുക്ക് പോയി കിട്ടും. ഒരു ബിഷപ്പ് നമുക്ക് നേരത്തെ പോയി, ഇപ്പോൾ അടുത്ത ബിഷപ്പ് നമുക്ക് പോകാൻ പോവുകയാണ്. നൈറ്റിനെ എടുക്കാൻ വേണ്ടിയാണ്. ഇവിടെ മന്ത്രി ഇരിപ്പുണ്ട്, അതുകൊണ്ട് തന്നെ നൈറ്റിനെ വെച്ച് ആ ബിഷപ്പിനെ എടുക്കാം. ബിഷപ്പിനെ എടുത്ത നൈറ്റിനെ നമ്മൾ എടുക്കുന്നു. മന്ത്രി വെച്ച് നൈറ്റിനെ എടുക്കുന്നു. അപ്പോൾ ഇതിനകത്ത് തന്നെ 10-15 ബ്ലണ്ടർ വന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് ബ്ലണ്ടർ മൂവായിട്ട് തോന്നിയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നിങ്ങളുടെ അറിവ് വെച്ച് കമൻറ്റ് ചെയ്യുക. എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബർ എന്തോ വലിയ പ്ലാൻ ചെയ്താണ് കളിക്കുന്നത്. നല്ല ചലഞ്ചാണ്, നമ്മളെ തോൽപ്പിക്കുന്ന രീതിയിൽ വന്ന ചലഞ്ചാണ്. നമുക്ക് നോക്കാം ഈ ചലഞ്ചിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ. ഏകദേശം കിങ് D7-ലേക്ക് പുള്ളി മാറ്റിയിട്ടുണ്ട്. കിങ് D7. എന്തായാലും നമുക്ക് ബിഷപ്പിനെ വെട്ടാൻ ഒക്കത്തില്ല, മന്ത്രി പോവും.
അതുകൊണ്ട് ഇവിടെയും കയറി വെട്ടാൻ പറ്റില്ല, റൂക്ക് വെച്ച് വെട്ടും. ഏകദേശം ഇങ്ങോട്ട് ചാടിയാൽ ഒരു ചെക്ക് വിളിക്കാം, പക്ഷെ ഇടയ്ക്ക് കയറിയാൽ തന്നെ നമ്മളവിടെ പെട്ടുപോകും. അപ്പോൾ എന്തായാലും അടുത്ത ആളെ ഇറക്കി ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണ്. അടുത്ത ആളെ ഇറക്കി ബിഷപ്പിനെതിരെ ഒരു കിടിലൻ അറ്റാക്ക് കൊടുക്കുകയാണ്. ബിഷപ്പ് ആളുണ്ട്, ആള് വെട്ടും ഉറപ്പാണ്. ബിഷപ്പിനെ വെച്ച് വെട്ടത്തില്ല, കാരണം റൂക്ക് ഇരിക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് ആളുകൊണ്ട് ആളെ കൊച്ച് വെട്ടും എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ ബിഷപ്പ് വെച്ച് തന്നെ വെട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് തിരിച്ച് ബിഷപ്പിനെ വെട്ടാൻ പറ്റത്തില്ല, കാരണം റൂക്കും കൂടെ പോവും, പുള്ളിക്കത് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ചെക്ക് കൊടുക്കുന്നു. എന്തായാലും ഇവിടെ നിന്ന് കയറി കളിക്കാൻ പറ്റില്ല, പുള്ളി ഇങ്ങോട്ട് തന്നെ കിടന്ന് കളിക്കാനുള്ള സമയമാണ്. അതുകൊണ്ടാണ് ഈ ചെക്ക്. ഇവിടെ ഇടയ്ക്ക് കയറ്റാനൊന്നും പറ്റത്തില്ല. ഏകദേശം അതുകൊണ്ട് ഇവിടെ കൊണ്ട് ഇങ്ങോട്ടോ അങ്ങോട്ടോ അങ്ങനെ ചാടിക്കും. അതാണ് നമുക്ക് വേണ്ടത്. ഓഹോ, കിങ് E8 ചാടിയിട്ടുണ്ട്. കിങ് E8. അടുത്ത മൂവ്മെന്റ് നൈറ്റിനെ കൊണ്ടുവരുന്നു. ഇവിടെ ഇവന്മാർ മാത്രം വിചാരിച്ചിട്ട് ഒരു സംഭവം നടത്താൻ നോക്കുന്നില്ല. അതുകൊണ്ട് നൈറ്റ് C3 കളിക്കുന്നു. ഓ, മന്ത്രിക്കെതിരെ അറ്റാക്കുമായി അവന്റെ മന്ത്രി ഇറക്കിയിട്ടുണ്ട്. മന്ത്രിയെ വിട്ടുകൊടുക്കാൻ തോന്നുന്നു. പക്ഷെ ഈ മന്ത്രി ഒന്ന് ഇവിടെ വെട്ടിയാൽ ആ മന്ത്രി വെട്ടാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. മറിച്ച് ഞാൻ അങ്ങോട്ട് പോയി വെട്ടിയാൽ കിങ് വെട്ടും. ഏകദേശം രണ്ടുപേർക്കും മന്ത്രി പോകുന്ന ഉറപ്പാണ്. അതുകൊണ്ട് മന്ത്രിയെ നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല. മന്ത്രിയെ മാറ്റുന്നു. കിങ്ങിനെതിരെ അടുത്ത അറ്റാക്ക്. ക്യൂൻ H5. ഓ, ബ്ലാക്ക് മന്ത്രി നമ്മളെ ഒട്ടും വിട്ടു തരുന്നില്ല. നമ്മളെ പുള്ളിയാണ് പുള്ളി. ഓക്കെ, ക്യൂൻ F7 കളിക്കുന്നു. അടുത്ത അറ്റാക്ക് ചെയ്യുകയാണ്. ക്യൂൻ F7. നമ്മൾ എന്നിട്ടും വെട്ടുന്നില്ല. നമ്മൾ ഓടുകയാണ്. ഓടുന്ന വഴിയെല്ലാം നമ്മൾ ഓടുകയാണ്. ഓ, ക്യൂൻ E7 വിടാൻ ഭാവമില്ല. പിറകെ നടന്ന് വെട്ടുകയാണ് E7. എന്തായാലും ഇവിടെ നിൽക്കാൻ ഒക്കത്തില്ല, വീണ്ടും ഓടുകയാണ്. എന്തായാലും ഇനിയൊരു അറ്റാക്ക് ചെയ്യുമെന്ന് അറിയത്തില്ല. ഇല്ല, മാറ്റിയിട്ടുണ്ട്. കിങ് 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 D8. കിങ് D8 മാറി. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ നൈറ്റിനെ മുന്നോട്ട് ചാടിച്ച് ബിഷപ്പിനെതിരെയും മന്ത്രിക്കെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബിഷപ്പിനെതിരെയും മന്ത്രിക്കെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഒരുപോലെ അറ്റാക്ക് കൊടുക്കുന്നു. എന്തായാലും മന്ത്രിയെ മാറ്റിക്കൊണ്ട് പോകുമായിരിക്കും. വല്ല ട്രാപ്പ് ഒളിപ്പിച്ച് വെക്കുന്നോന്ന് അറിയത്തില്ല. മന്ത്രി എന്തായാലും അവിടുന്ന് മാറ്റുന്നുണ്ട്. യെസ്, ഈ സമയം കൊണ്ട് നമ്മൾ ബിഷപ്പിനെ എടുക്കുകയാണ് കേട്ടോ. നൈറ്റിനെ കൊടുത്താലും നമ്മൾ ബിഷപ്പിനെ എടുക്കാനുള്ള പരിപാടിയുണ്ട്. കിങ് C8 മാറുന്നു. നമ്മൾ ബിഷപ്പിനെ എടുക്കുന്നു. നമ്മുടെ പ്ലാൻ പോലെ ബിഷപ്പിനെ എടുക്കുന്നു. ആളെ വെച്ച് വെട്ടും, റൂക്ക് വെച്ച് വെട്ടും. അതാണ് നമ്മുടെ പ്ലാൻ. ആള് വന്ന് F4 വെട്ടി, ദെൻ റൂക്ക് വന്നു F4 വെട്ടി. അടുത്ത മൂവ്മെന്റ് B6. ഓഹേ, പുള്ളിക്കാരന് വേറൊന്നുമല്ല, ഇങ്ങോട്ട് കയറി ഒതുങ്ങിയിരിക്കാനാണ്. പാമ്പൊക്കെ കയറി മാളത്തിൽ കയറി ഒളിഞ്ഞിരിക്കുന്നവർ ഇങ്ങോട്ട് കയറി ഒളിങ്ങാനാണ് ഈ ഒരു വാതിൽ പോലെ വെട്ടി വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആ സമയം കൊണ്ട് നമുക്ക് റൂക്കിനെ ഇറക്കിക്കൊണ്ട് വരണം. റൂക്കിനെ വന്നാലേ വേറെ അറ്റാക്ക് നടത്താൻ പറ്റൂ. റൂക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു ലൈൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട് നമ്മളെ. പക്ഷെ അവരുടെ റൂക്ക് അനങ്ങാതെ അവിടെ ഇരിക്കുകയാണെങ്കിൽ പോലും ശക്തമായ ഒരു നിലയിലാണ് അവർ നിൽക്കുന്നത്. നൈറ്റ് അധികം അവർക്കുണ്ട്. ബാക്കി ആൾക്കാരൊക്കെ എണ്ണം ഏകദേശം ഒരുപോലെ ആണെങ്കിലും നൈറ്റ് അധികമായിട്ടുണ്ട്. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് അവർക്ക്. കിങ്ങിനെ മാറ്റുന്നു. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കിങ്ങിനെ മാറ്റുന്നു. ആദ്യം തന്നെ B6 കളിച്ചപ്പോഴേ തോന്നി ഇങ്ങോട്ടായിരിക്കും ചാടിക്കൊണ്ടുവരുന്നത്. ദെൻ കിങ് B7 മാറ്റിയിട്ടുണ്ട്. കിങ്ങിനെ രക്ഷിച്ചുകൊണ്ട് B7 കളിക്കുന്നു. നമുക്ക് അടുത്ത മൂവ്മെന്റ് റൂക്കിനെ F6 കളിക്കുന്നു. എന്തായാലും അതിനെ വെട്ടാനൊക്കത്തില്ല. ആ സമയത്ത് നമുക്ക് വേറെ പ്ലാൻ കിങ് വെച്ച് കളിച്ചാലും മതിയായിരുന്നു. എന്നിട്ട് ഇങ്ങോട്ട് കയറി വെട്ടാം. പക്ഷെ ഇവിടെ ആളുണ്ട്. എന്തായാലും ഒക്കത്തില്ല, പണിവാളും. സത്യം പറഞ്ഞാൽ വലിയൊരു മാളം തന്നെയാണ്. ആ മാളത്തിന് എങ്ങനെ പൊട്ടിച്ചെടുത്തു എന്ന് അറിയാൻ വയ്യ. എങ്ങനെയെങ്കിലും പൊട്ടിക്കാൻ നോക്കണം. നല്ല സ്ട്രോങ് ആയിട്ടാണ് അതിന്റെ പിടുത്തം വന്നേക്കുന്നത്. നമുക്ക് അറ്റാക്ക് ചെയ്യാൻ ഒരു വഴിയില്ല, അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഇറക്കിക്കൊണ്ട് ചെല്ലണം. ഏകദേശം ഇവിടെ ഇട്ട് കളിക്കാൻ നോക്കട്ടെ. നൈറ്റിനെ അറ്റാക്കിലേക്ക് കൊണ്ടുവരുന്നു. നൈറ്റ് D4. നമ്മൾ റൂക്കിനെ അറ്റാക്കിലേക്ക് ഇറക്കുന്നു. മന്ത്രിക്കെതിരെ റൂക്കുമായി വരുന്നു. റൂക്ക് പോയി മന്ത്രിയെ വെട്ടാനോ നോക്കട്ടെ. മന്ത്രി എന്തായാലും റൂക്കിനെ വെട്ടത്തില്ല, കാരണം ഇവിടെ ഒരു റൂക്ക് ഇരിപ്പുണ്ട്. അതുകൊണ്ട് മന്ത്രി എന്തായാലും റൂക്കിനെ വെട്ടത്തില്ല. അതുകൊണ്ട് തന്നെ റൂക്ക് F7. റൂക്ക് F7.
ദെൻ ക്യൂൺ C6. ക്യൂൻ അവിടെ നിന്ന് മാറി രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ക്യൂൺ C6. ക്യൂൻ H5 നീക്കിയിട്ടുണ്ട് നമ്മൾ. കാരണം ഈ ഒരു ലെവല് നമുക്ക് ശക്തി പ്രാപിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ക്യൂൻ H7. പുള്ളിക്കാരൻ റൂക്കും കൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരാളെ എടുക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ് കേട്ടോ. വാ, എന്തായാലും പുള്ളിയെ മുന്നോട്ടാക്കിയിട്ടുണ്ട്. അതൊരു ബ്ലണ്ടർ ആയിരുന്നു സത്യം. നിങ്ങൾക്ക് തോന്നുന്നോ ഇല്ലെന്നോ, അതൊരു ബ്ലണ്ടർ ആയിരുന്നു. ഇവിടെ ഇരുന്നെങ്കിൽ പുള്ളി വെട്ടത്തില്ലായിരുന്നു. മന്ത്രി വെച്ചും വെട്ടത്തില്ല, റൂക്ക് വെച്ചും വെട്ടത്തില്ല. ഇങ്ങനൊരു മൂവ്മെന്റ് നടത്തിയതോടുകൂടി അതൊരു ബ്ലണ്ടറായിട്ട് മാറിയിട്ടുണ്ട്. ആളെ വെച്ച് വെട്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മന്ത്രി വെച്ച് വെട്ടാൻ പറ്റത്തില്ല. മന്ത്രി വെച്ച് വെട്ടിയാൽ റൂക്ക് വെച്ച് മന്ത്രിയെ വെട്ടും, ആകെ ഗുലുമാലാകും. അപ്പൊ അത് നമ്മൾ കാണിച്ചൊരു മണ്ടത്തരമാണ് കേട്ടോ. എന്തായാലും നമ്മൾ റൂക്ക് വെച്ച് മന്ത്രിയെ പിടിക്കാൻ വേണ്ടി വീണ്ടും നമ്മുടെ അങ്കത്തട്ട് നടത്താണ്. ദെൻ റൂക്ക് വന്ന് തടവിട്ടു. നമ്മൾ വിട്ടുകൊടുക്കുന്നു. റൂക്കിനെ വെച്ച് റൂക്ക് ക്യാപ്ചർ E6. നൈറ്റിനും വെട്ടാൻ സാധ്യതയുണ്ട്, ക്യൂവിനും വെട്ടാൻ സാധ്യതയുണ്ട്. ആര് വെട്ടിയാലും നമുക്ക് തിരിച്ചു വെട്ടാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നൈറ്റ് വന്ന് വെട്ടുന്നു. നൈറ്റ് ക്യാപ്ചർ E6. വീണ്ടും നമ്മുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഒരു നൈറ്റും ഒരു റൂക്കും പുള്ളിക്ക് അഡീഷണൽ ആയിട്ടുണ്ട്. നമുക്ക് ഒരു റൂക്ക് മാത്രമേ ഉള്ളൂ കൂടെ കൂട്ടാൻ. ഏകദേശം ആളെ വെട്ടി ഒതുക്കുന്നു. ഇനി അടുത്ത എൻ്റെ റൂക്കാണ് എൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം മനസ്സിലാക്കി റൂക്കിനെ മാറ്റുന്നു. റൂക്ക് G8 കളിക്കുന്നു. G3 കളിച്ചു. അടുത്ത മൂവ്മെന്റിൽ അത് ചെക്ക് മേറ്റ് ആക്കി കളയും. ക്യൂൻ ഇവിടെ വായുമ്പളന്നോട്ടിരിപ്പുണ്ട്. ക്യൂൻ വന്ന് ഇതിനെ വെട്ടിയിട്ട് ചെക്ക് മേറ്റ് ആകും, 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ G3 കളിച്ച് ആ ഒരു മൂവ്മെന്റിനെ ബ്ലോക്ക് ചെയ്യുന്നു. നൈറ്റ് C7. നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. B4 നീക്കി നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. നൈറ്റ് D7. മന്ത്രിക്കെതിരെ മറു അറ്റാക്ക് പുള്ളി വന്നിട്ടുണ്ട്. നൈറ്റ് D7. മന്ത്രിയെ മാറ്റുന്നു B2ലേക്ക്. ക്യൂൺ B2ലേക്ക് മാറ്റുന്നു. കാരണം അടുത്ത മൂവ്മെന്റ് കിട്ടും. പുള്ളി H7 കളിക്കുന്നു. നമ്മൾ B5 കളിക്കുന്നു. അങ്ങനെ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ വെട്ടിയേനെ. ക്യൂൺ വെച്ച് ആളെ വെട്ടിയേനെ. അത് ഒഴിവാക്കാനാണ് അങ്ങനെ ഒരു മൂവ്മെന്റ് നടത്തിയത്. ക്യൂൺ D5. പുള്ളി ആ മൂവ്മെന്റ് എല്ലാം നോക്കിയും കണ്ട് കളിക്കുകയാണ്. നല്ല അടിപൊളി സബ്സ്ക്രൈബറാണ്. നല്ല ചലഞ്ച് നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ക്യൂൺ D5. C4. ഓക്കെ, C4 കളിച്ചിട്ടുണ്ട്. ക്യൂൺ E6. ഓ മൈ ഗാഡ്, എന്താണ് പുള്ളിയുടെ പ്ലാൻ എന്നൊരു പിടുത്തവും ഇല്ലല്ലോ. എന്തായാലും മന്ത്രി ഇവിടെ കൊണ്ടുവന്നിട്ട് ചെക്ക് വിളിക്കുന്നുണ്ട്. പുള്ളിക്ക് ഇനി 7 സെക്കൻഡ് കൂടെ മാത്രമേ ഉള്ളൂ. ഈ കളി നമ്മൾ 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 കൊണ്ടുപോയി. അടുത്ത മൂവ്മെന്റ് എനിക്കാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് ചെക്ക് വിളിക്കാം. ചെക്ക് വിളിക്കുമ്പോൾ പിന്നെ അടുത്ത മൂവ്മെന്റിൽ പുള്ളിക്ക് ഇങ്ങോട്ട് കയറാം. പക്ഷെ ആ നൈറ്റ് അവിടെ ഇല്ലാതെങ്കിൽ ഇപ്പം സവാരി ഗിരിഗിരിയാക്കിയത്. നൈറ്റിന് പകരം വേറെ എന്തോ ആയിരുന്നെങ്കിൽ ഇപ്പൊ ചെക്ക് മേറ്റ് ആയാൽ. മണ്ടത്തരം പറ്റി. നൈറ്റ് ചതിച്ചാശാനെ, നൈറ്റ് ചതിച്ച്. A8. ഓക്കെ, നൈറ്റ് ഇടയ്ക്ക് കയറി. നൈറ്റ് B8. പുള്ളിക്ക് ഇനി 5 സെക്കൻഡ് കൂടെ മാത്രമേ ഉള്ളൂ. എനിക്ക് ഇനി ഏകദേശം 1 മിനിറ്റ് 18 മിനിറ്റ് 1.18 സെക്കൻഡ് മിനിറ്റ് ഉണ്ട്. ദെൻ ചെക്ക് മേറ്റ് എന്ന് പറയുകയാണെങ്കിൽ പറയാറില്ല. ടൈം തീർന്നു, ഞാൻ ജയിച്ചു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതുപോലെ കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു.